മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻ ആലിമാ, നീ ഒന്നെങ്കിൽ ആലിമാകണം, ഔ മുതഅല്ലിമാ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒന്നെങ്കിൽ നീ ആലിമാകണം, അല്ലെങ്കിൽ നീ മുതഅല്ലിമാകണം, ഔ മുസ്തമിആ. ആലിമ പറയുന്ന ഇൽമുണ്ടോ, ആലിമ പറയുന്ന ദീനുണ്ടോ, പലപ്പോഴും ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോ ഞങ്ങളിലേക്ക് കുത്തുന്ന വാക്കുകളായിരിക്കും ആ പറയുന്നത്. ഏതെങ്കിലും ഒരാളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനന്തര സ്വത്തായി സ്വഹാബത്തിന്റെ കരങ്ങളിൽ വെച്ച, സ്വഹാബത്ത് താബിഈങ്ങളെ കരങ്ങളിൽ വെച്ചു കൊടുത്ത, താബിഈങ്ങൾ തബഉ താബിഈങ്ങളുടെ കരങ്ങളിൽ വെച്ചു കൊടുത്ത യഥാർത്ഥ ദീന് യഥാർത്ഥ നിലക്ക് പറഞ്ഞു കൊടുക്കൽ അതൊരു ആലിമിന്റെ ബാധ്യതയാണ്, ഒരു മുതഅല്ലിമിന്റെ ബാധ്യതയാണ്. ആലിം ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ, ആലിം ദീന് പറഞ്ഞു കൊടുക്കുമ്പോ അത് എന്നെ കുറിച്ചാണോ എന്ന തോന്നല് ഞങ്ങളെ കൽബിൽ വരുന്നുണ്ടോ? ഈ നാട്ടുകാർ അങ്ങനെയാകാൻ സാധ്യതയില്ല. കാരണം ഈ മഹല്ലത്തിൽ 30ഓളം വർഷമായി ഉസ്താദ് ഈ നാട്ടിൽ ഖിദ്മ ചെയ്തു വരുന്നത്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീന് പറയാ നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നീ ഒന്നെങ്കിൽ ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടനുസരിക്കുന്നവനാകണം, ഔ മുഹിബ്ബ, അവരെ നീ സ്നേഹം വെക്കുന്നവനാകണേ. അഞ്ചാമത്തെ ഒരു വിഭാഗമുണ്ട്, ആലിമീങ്ങളെ ചീത്ത പറയുന്നവര്, ആലിമീങ്ങളെ തെറി പറയുന്നവര്. സയ്യിദന്മാരെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും തെറി പറയുന്നവരുണ്ടോ? സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, ഖബർ എന്നുള്ള ലോകത്ത് വിജയിക്കാൻ കഴിയില്ല, സിറാത്ത് പാലം വേഗത്തിൽ നടക്കാൻ കഴിയില്ല. അതൊരു ചില്ലറ നിസ്സാര വിഷയമല്ല. പല നാടുകളിലും പല സ്ഥലങ്ങളിലും ചില്ലറ നിസ്സാര വിഷയങ്ങളിൽ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്, ആലിമീങ്ങളെ കുറവാക്കുന്നവരുണ്ട്. അത്തരക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്.